ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ഓഡിയോ പ്രോസസ്സറിൻ്റെ PCB ആണ് എൻ്റെ കയ്യിലുള്ളത്. നമുക്കിത് ഏത് ബ്രാൻഡാണെന്നും ഇതിൻ്റെ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് അലസിസ് ആണ്. അലസിസിൻ്റെ മൈക്രോവേവ് 3 എന്നൊരു മോഡലാണ് ഈ PCB. നല്ലൊരു ഹൈ ക്വാളിറ്റിയുള്ള ഒരു PCB ആണ്. മൾട്ടി എഫക്ട്സ് ഉള്ള ഓഡിയോ സിഗ്നലിൽ ഒരുപാട് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോസസ്സറാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ PCB നോക്കാം. ഒരു ഗ്രീൻ മാസ്കിംഗ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ഹൈ ക്വാളിറ്റി ബിൽഡാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പവർ സപ്ലൈ ഇട്ട് തുടങ്ങാം. പവർ സപ്ലൈ 9 വോൾട്ട് AC ആണ്. 9 വോൾട്ട് AC കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുന്നത് ±12 വോൾട്ടാണ്. അതിന് 2 റെഗുലേറ്ററും കൊടുത്തിട്ടുണ്ട്, 7812ഉം 7912ഉം. പിന്നെ ഇതിൻ്റെ കമ്പോണൻസ് ഒക്കെ പറയുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റിയാണ്. കപ്പാസിറ്റേഴ്സ് എല്ലാം ബോക്സ് ടൈപ്പ് കപ്പാസിറ്റേഴ്സാണ്. ഇതാണ് എൻ്റെ മെയിൻ കൺട്രോളർ, മൈക്രോ കൺട്രോളർ. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻപുട്ട് സിഗ്നൽ നോക്കാം. ഇത് രണ്ടും ഇൻപുട്ട് സിഗ്നലാണ്, ഇത് രണ്ടും ഔട്ടാണ്. ഇത് ബൈപ്പാസാണ്. അതായത് ഇതിൻ്റെ എഫക്ട്സ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ അതേ കണക്ക് ഔട്ട് കിട്ടുന്നതാണ് ഈ പോർട്ട്. പിന്നെ ഓരോരോ കൺട്രോൾ നോക്കാം. ഇത് ഔട്ട്പുട്ട് വോളിയമാണ്, ഇത് മിക്സ് ഔട്ടാണ്, ഇത് ഇൻപുട്ട് ഗെയിൻ. ഇനി ഇതിലൊരു LED കൊടുത്തിട്ടുണ്ട് ഓൺ ഓഫിൻ്റെ. ഇത് ട്രിബിൾ, ഇത് ബാസ്. ഇനി നമുക്ക് ഈ 2 കൺട്രോൾ നോക്കാം. ഇത് രണ്ടുമാണ് ഇതിൻ്റെ എഫക്ട്സ്. അപ്പോൾ ഇത് ഡിലേ ആണ് ഈ കൺട്രോൾ തരുന്നത്. ഇത് ഓരോ റൂമിൻ്റെയും സൗണ്ടിൻ്റെ എഫക്ട്സ് മാറ്റുന്നതാണ്. അതായത് മിഡ് റൂം, മിഡ് ഹാൾ, ലാർജ് ഹാൾ, ചേംബർ, അങ്ങനെ ഒരുപാട് എഫക്ട്സാണ് ഈ കൺട്രോളിൽ നിന്ന് കിട്ടുന്നത്. ഓരോ മ്യൂസിക്കിനും നമുക്ക് ഇത് എഫക്റ്റ് ചേഞ്ച് ചെയ്ത് നോക്കാൻ പറ്റും. ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു SGK ബോർഡാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ സ്പീക്കറും പിന്നെ ബോസിൻ്റെ ഒരു സ്പീക്കറും. ബോസിൻ്റെ ഒരു സ്പീക്കറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻപുട്ട് വയർ ചെയ്യാം. ആദ്യത്തെ രണ്ടുമാണ് എൻ്റെ ഇൻപുട്ട് കണക്ഷൻ. അപ്പോൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത ഔട്ട്പുട്ടാണ്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഈ പോയിൻ്റ് എർത്താണ്. അപ്പോൾ ഇതിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് വയറിങ് കഴിഞ്ഞു.